ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വാഴപ്പൂവ് കൊണ്ടൊരു ഫ്രൈ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അടുത്തതായി നമുക്ക് ഇങ്ങനെ എടുത്ത വാഴപ്പൂവ് ഒരു 15 മിനിറ്റോളം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. എന്തെങ്കിലും വിഷാംശങ്ങളോ കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴപ്പൂവ് വെള്ളത്തിൽ നിന്ന് എടുത്ത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇടുക. അതേ ടേബിൾ സ്പൂണിൽ തന്നെ കോൺഫ്ലോറും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. 2 ടീസ്പൂൺ ഗരം മസാല ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ എടുക്കാം. വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വാഴപ്പൂവ് ഫ്രൈ ചെയ്യാനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാഴപ്പൂവ് ഇട്ട് മിക്സ് ചെയ്യാം. റെഡിയാക്കി വെച്ച മാവിലേക്ക് വാഴപ്പൂവെല്ലാം ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പൂവിൻ്റെ എല്ലാ ഭാഗത്തും മാവ് വരത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യണം. എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ ചൂടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വാഴപ്പൂ എല്ലാം കുറച്ചായിട്ട് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഓരോ വാഴപ്പൂ വീതം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇടരുത്, കാരണം അത് തമ്മിൽ ചേർന്ന് പോകും. ഓരോന്ന് വീതം ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നമുക്ക് വാഴപ്പൂവ് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ അത് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്കതിനെ കോരിയെടുക്കാം. ഇപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ക്രിസ്പി ആയിട്ടുള്ള വാഴപ്പൂ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സാണിത്. നമുക്ക് ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.